കൂടോത്രം. അത് നമ്മുടെ അയ്യപ്പൻ്റെ സ്ഥലമുണ്ടല്ലോ, അതായത് എരുമേലി. എരുമേലിയുടെ അടുത്ത് ആചാര്യൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ ദ്രോഹിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എടുത്തു തരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് വിശ്വസിച്ചില്ല. അപ്പോൾ അദ്ദേഹം അവിടുന്ന് വിളിച്ച് തന്നെ പറഞ്ഞു, ഇതുപോലെ അങ്ങനൊന്നുമില്ല, നിങ്ങളുടെ വീട്ടിൽ യാതൊരു പ്രശ്നവും എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം വീണ്ടും വിളിച്ചു. എന്ന് പറഞ്ഞു, ഒരു പ്രശ്നമുണ്ട്, ഞാൻ എന്തോ ഒന്ന് കാണുന്നുണ്ട്. ഇത് കൂടോത്തരത്തിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, നടന്നൊരു കാര്യം. അങ്ങനെ അദ്ദേഹം വന്നു. അദ്ദേഹം ഒരു കോമ്പസ് എടുത്ത് വെച്ചു, ഒരു പച്ചല തേച്ചിട്ടൊരു കമ്പിയിൽ അറ്റത്ത് തേച്ചു. എന്നിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കുത്തി കഴിഞ്ഞപ്പോൾ ഈ കോമ്പസ് കിടന്ന് കറങ്ങാൻ തുടങ്ങി. കറങ്ങിയിട്ട് അതൊരു ഡയറക്ഷൻ കാണിച്ചു. ഡയറക്ഷൻ കാണിച്ചത് എൻ്റെ വീടിൻ്റെ പൂജാമുറി ഇരിക്കുന്ന ഇതിൻ്റെ വെളിയിൽ ഒരു സ്ഥലത്താണ് ആ ഡയറക്ഷൻ വരുന്നത്. അദ്ദേഹം അവിടെ കൊണ്ടുവന്ന് കമ്പി അടിച്ചില്ല, കാരണം അവിടെ കംപ്ലീറ്റ് താഴെ കോൺക്രീറ്റും ഒരു തിട്ട പോലെ കോൺക്രീറ്റും അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ടൈൽസ് ഉണ്ടല്ലോ, ടൈൽസ് എന്ന് പറഞ്ഞാൽ മുറ്റത്തിരുന്ന വലിയ കട്ടിയുള്ള അത് കിടക്കുക, ഇന്റർലോക്ക്. അദ്ദേഹം പറഞ്ഞു ഇവിടെ കുഴിക്കണം. നമ്മൾ പറഞ്ഞു ഇവിടെ കുഴിക്കണമെങ്കിൽ ആളിനെ വിളിക്കണമല്ലോ. അങ്ങനെ 1-2 പേരെ വിളിച്ചിട്ട് ഗംഭീരമായിട്ട് കുഴിച്ച് ഏകദേശം ഒരു നെഞ്ചിൻ്റെ അത്രയും ആയി. വീണ്ടും കുഴിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ കൈയിട്ട് നോക്കി ചെന്നപ്പോഴത്തേക്ക് കിട്ടിയത് ഒരു തിടമ്പാണ്, ഒരു വിഗ്രഹമാണ്. ഞങ്ങൾ അതിശയിച്ചു പോയി. ആ തിടമ്പ് തലയും കുത്തി കിടക്കുകയാണ് അതിനകത്ത്. തിടമ്പിനെ എടുത്ത് വെച്ചിട്ട് കരിക്ക് വെള്ളമെല്ലാം ഒഴിച്ച് അതിനെ ശുദ്ധമാക്കി ഞങ്ങളൊരു അമ്പലത്തിൽ കൊടുത്തു. അവിടെ വെച്ചോട്ടെ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ്? അതെനിക്ക് തോന്നുന്നു സാറിന്റെ ആ വീടുള്ള സ്ഥലം പണ്ട് അല്ലെ, എന്തായാലും ഒരാൾ ഇത്ര കൃത്യമായിട്ട് അവിടെ വന്ന് ഇത് കാണണമെന്നുണ്ടെങ്കിൽ എന്താണ്? ചിലപ്പോ ആ വീട് പണിത് ആരെങ്കിലും ആയിരിക്കും പുള്ളിയുടെ. അങ്ങനെ ഒരിക്കലും അല്ല. അദ്ദേഹം പല വീട്ടിലും പോയിട്ടുണ്ട്, പലയിടത്തുനിന്നും ഇതുപോലെ പല കാര്യങ്ങളും എടുത്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ശ്രീകൃഷ്ണന്റെ തിടമ്പായതുകൊണ്ട് പോട്ടെ. പക്ഷെ മറ്റ് ചില ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നത് അദ്ദേഹം അവിടെ നിന്ന് ഒരുപാട് വീഡിയോസും ബാക്കിയെല്ലാം കാണിച്ചത് ഞാൻ വിശ്വസിച്ചില്ല, ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നെനിക്ക് തോന്നുന്നു. പേടിയാവുന്നുണ്ടോ? മ്യൂസിക് ഇട്ടിട്ട് പേടിയാവുന്നില്ല.